ഇപ്പോൾ ഡിഫൻസ് PRO അതുൽ പിള്ള കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അതുൽ പിള്ള, സേനാ വിഭാഗങ്ങൾ സൈന്യം അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. വലിയൊരു ദുരന്ത മേഖലയാണ്. 84 മരണമാണ് ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആഘാതം താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആർമിക്ക് ഇനി അവിടെ സൈന്യത്തിന് ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും? ശ്രീ അതുൽ പിള്ള, കേൾക്കാമെങ്കിൽ സൈന്യം ഇറങ്ങുകയാണ്. സൈന്യത്തിന് അവിടെ ഇനി കൂടുതലായി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഹലോ, കേൾക്കാമെങ്കിൽ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ആർമിയുടെയും 122 TA ബറ്റാലിയൻ അവർ ആ വാർഡ് നമ്പർ 10 എത്തിയിട്ട് അവര് റൂപ്പ് പാസ് ചെയ്തിട്ട് ആൾക്കാരെ അവിടുന്ന് ഇത് ചെയ്യുന്നത്, എവാക്യുവേറ്റ് ചെയ്യുന്നു. ഇതല്ലാതെ ഈ ഒരു ബ്രിഡ്ജിങ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈ എക്യുപ്മെന്റ്സ് മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ്, മദ്രാസ് കേറ്റേഴ്സ് വരെ ഇതൊരു എഞ്ചിനീയർ ഗ്രൂപ്പ്, കോർ ഓഫ് എഞ്ചിനീയർ ഇന്ത്യൻ ആർമിയുടെ ഉണ്ടെന്ന്. അവിടുന്ന് പിന്നെ ഡൽഹിയിലും ബൈ എയർ ഈ ബ്രിഡ്ജിങ് എക്യുപ്മെന്റ്സ് കൊണ്ടുവരാനുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുക. അവര് കാലിക്കറ്റിൽ വന്ന് ഇറങ്ങാർക്ക്. അതല്ലാതെ ആർമിയുടെ ഇതിന്റെ കൂടെ ഒരു 3 ആർമിയുടെ ഡോഗ്സ് മീററ്റിൽ ഡൽഹിയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവരെയും ബൈ എയർ കാലിക്കറ്റിലോട്ട് ഡിസ്പാച്ച് ചെയ്യുക. പിന്നെ ഇന്ത്യൻ നേവിയുടെ ടീം, അതില് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റും പിന്നെ അതുപോലെ തന്നെ സ്വിമ്മേഴ്സുമായിട്ട് അവർ കണ്ണൂർ ഏരിമലയിൽ ഓൾറെഡി ആ ഏരിയയിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ റോപ്പിന്റെ സംവിധാനം അത് ഒരു പിടിവള്ളിയാണ്. പക്ഷേ അതിവിടെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ 2 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ശ്രീ അതുൽ പിള്ള ഇരുള് വ്യാപിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇറങ്ങുന്ന ആളുകളുടെ സുരക്ഷയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തിന് ക്ഷതമേൽക്കാതെ മുറിഞ്ഞു പോകാത്ത രീതിയിൽ രാത്രിയിലൊക്കെ നമുക്ക് എന്തായിരിക്കാൻ ചെയ്യാൻ കഴിയുക കൂടുതലായി? അതിനുള്ള ലോജിസ്റ്റിക് സപ്പോർട്ടും അതെല്ലാം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും തന്നെ അല്ലാതെ അവരെല്ലാം കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് പിന്നെ അതുപോലെ നമുക്ക് അവിടെ ഐ അണ്ടർസ്റ്റാൻഡ് അവിടെ ലൈറ്റിംഗ് ഒക്കെ ഇച്ചിരി പ്രശ്നമാണ്. ഓൺലി അവൈലബിൾ റിസോഴ്സ് ആയിട്ട് ഒരു റെസ്ക്യൂ ഓഫീസർ അഡ്മിറ്റ് ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ അറിയിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അതുൽ പിള്ള ഞങ്ങളോട് സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചതിന്.